ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ കലിംഗ ഡിസൈനിലെ ഒരു റെഡിമെയ്ഡ് ഫിനിഷിങ്ങിലുള്ള നെക്ക് എങ്ങനെ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേ മെറ്റീരിയലിൽ നെക്ക് ഇതുപോലെ അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ മെയിൻ ഫാബ്രിക്കും നമ്മുടെ ലൈനിങ്ങുമായിട്ട് മുകൾ വശം മാത്രം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം മാത്രം അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണ്. കൈക്കുഴിയുടെ ഭാഗത്തേക്കൊന്നും നമ്മൾ അറ്റാച്ച് ചെയ്തുള്ള വേറൊരു സൈഡും ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനാണ് ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ നടുഭാഗത്ത് നമ്മളൊരു കറക്റ്റ് സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കണം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കും ഇതും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്റർ ആയില്ലെങ്കിൽ കോഞ്ഞാടിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ അയൺ ചെയ്ത് വച്ചിരിക്കുന്ന നെക്കിൻ്റെ സൈഡ് വശമൊക്കെ ഞാൻ അടിച്ച് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു നോച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ച് നല്ല വശത്ത് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഒന്ന് ഒരു സെക്യൂർ ആയിട്ട് ഇത് നീങ്ങി പോകാതിരിക്കാനായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അടിച്ചില്ലെങ്കിൽ നമ്മുടെ നെക്കൊക്കെ ഒന്ന് കോഞ്ഞാടി പോകാനും ഉള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എല്ലാം വൃത്തിയായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് അടിച്ചതിന് ശേഷം വേണം നമുക്ക് നെക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഷോപ്പുകളിലേക്കും ഒക്കെ റെഡിമെയ്ഡ് ഫിനിഷിങ്ങിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഹെം ചെയ്യാനുള്ള ഒരു സമയമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് ആദ്യം മുതൽ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ അറിയാം, അതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ ലൈനിങ്ങിലേക്കായിരിക്കും നെക്ക് അറ്റാച്ച് ചെയ്ത് വച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് റെഡിമെയ്ഡ് അടിക്കുമ്പോൾ ചെയ്യുന്നത്. ഏതെങ്കിലും കൂട്ടുകാർ റെഡിമെയ്ഡ് അടിച്ച് കൊടുക്കാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ നെക്കടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്താണ് ചെറിയൊരു വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാവണമെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് ഇതുപോലെ നെക്കടിച്ച് നമ്മളവിടെ വളരെ സാവകാശം വേണം അടിക്കാനായിട്ട്. ഇത് അവിടെ ഒന്ന് ജസ്റ്റ് സെൻറ്റർ വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം വേണം അത് തിരിച്ചെടുക്കാനായിട്ട്. ധൃതി പിടിച്ചാൽ നമ്മുടെ നെക്കൊക്കെ ആകെ കുളമായി പോവും. കാരണം അടിയിലുള്ള ലൈനിങ്ങും കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് അടിച്ച് കറക്റ്റാക്കി കൊടുക്കാനായിട്ട്. ഇതിങ്ങനെ ഈ നമ്മൾ റെഡിമെയ്ഡൊക്കെ അടിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷോപ്പിൽ കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അവരാദ്യം നോക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതായിരിക്കും ആദ്യം നോക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചതിന് ശേഷം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ട്, നല്ലപോലെ അയൺ ചെയ്യണം. നമ്മൾ നെക്കടിച്ച് മറിച്ചതിന് ശേഷം അയൺ ചെയ്തതിന് ശേഷം വേണം പ്രസ് തൈൽ അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാവരും മറക്കാതെ ചെയ്യണം. കാരണം നമുക്ക് മടിയാണെങ്കിൽ നമ്മുടെ ഫിനിഷിങ്ങും കുറയും. അതുപോലെ തന്നെ ഈ ജെൻസ് അടിക്കുമ്പോൾ മാത്രമാണ് ഫിനിഷിങ് ഉള്ളൂ എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അത് അങ്ങനെയല്ല. ലേഡീസ് അടിക്കുമ്പോൾ മടി കൊണ്ടാണ് ഫിനിഷിങ് വരാത്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നേരം പോയി നമുക്ക് ഇതിങ്ങനെ തേക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ പോവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെയൊക്കെ ശരിക്കും നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം. കാരണം ആ വലിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അയൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിന് ശേഷമാണ് അയൺ ചെയ്യുന്നത്. അപ്പം നെക്ക് കറക്റ്റാക്കിയൊക്കെ ഇട്ടതിന് ശേഷം ഇത് തിരിച്ച് ഇട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ അകലം 6.5 ഇഞ്ചാണ് നമ്മൾ വൈഡ് കൊടുത്തേക്കുന്നത്. താഴെയും 6.5 ഇഞ്ച് വൈഡിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാവുമ്പോൾ അഴിച്ചിട്ടായാലും കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റാക്കി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ 4 ഇഞ്ച് നമ്മൾ സൈഡ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പോയിൻ്റ് എങ്ങനെയാണോ വന്നിരിക്കുന്നത്, ആലില പോലെയാണെങ്കിൽ ആലില പോലെ വെച്ചതിന് ശേഷം അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോ നോച്ച് ഒരു 4 ഇഞ്ച് വീതം ഇട്ട് കൊടുക്കണം. ആ നോച്ച് ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്കത് മറിഞ്ഞ് കിട്ടാനും വൃത്തിയായിട്ടിരിക്കാനും സഹായിക്കും. അപ്പോൾ നമ്മളങ്ങനെ നോച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും റെഡിമെയ്ഡ് ഡ്രസ്സുകളോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വളരെ കുറച്ച് 5 പീസിൽ വെച്ചായാലും നമ്മൾ ചെയ്തു തരുന്നതാണ്. നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ നമ്പർ ഇവിടെ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വീട്ടമ്മമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നൈറ്റി ഫ്രോക്ക്, ടോപ്പുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിമെയ്ഡായിട്ട് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ തരുന്നതായിരിക്കും.
അപ്പോൾ ഇതാണ് ഈ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഇത് തയ്ക്കുന്നതൊക്കെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും നമുക്ക് ചാനലുണ്ട്. ഏതിലാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ കയറി കണ്ട് ഒന്ന് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊരു വരുമാന മാർഗ്ഗമാണ്. ഇതിന് ശേഷം നമ്മളിവിടെ ഈ സൈഡിൽ നിന്ന് ഞാൻ അടിച്ച് നോക്കിയതാണ്. പക്ഷേ ആ സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ ചുളുക്ക് വീണു. ചില മെറ്റീരിയൽസ് നമ്മളിങ്ങനെ ഫ്ലോയിൽ ഇപ്പോൾ ഞാൻ തേച്ചൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അടിച്ചതാണ്. എന്നിട്ട് പോലും അതിവിടെ വരുമ്പോൾ ആലില നെക്കായതുകൊണ്ട് അത് കുറച്ചടിച്ചതിന് ശേഷം ഞാൻ അവിടെ നിർത്തുകയാണ്. അതിന് ശേഷം അപ്പുറ സൈഡാണ് ആദ്യം അടിച്ച് ഫിനിഷ് ചെയ്തത്. കാരണം അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ചുളിവ് വരുമെന്ന് തോന്നിയ കാരണം കൊണ്ടാണ്. നമുക്കത് ചിലത് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് മാറ്റി ചെയ്യുക. ആ ചെയ്ത അതേ ഫ്ലോയിൽ തന്നെ ചെയ്തു പോകാതിരിക്കാൻ ശ്രമിക്കുക. അത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചവരായാലും ചില സമയത്ത് നമുക്കൊരു മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കുക. ഇപ്പുറ സൈഡിൽ നിന്ന് ഞാനത് ഇപ്പോൾ കറക്റ്റ് നെക്കിൻ്റെ ഇത് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ലൈനിലേക്ക് അറ്റാച്ച് ചെയ്ത് ആദ്യം കൊടുക്കുകയാണ്. അതിന് ശേഷം പതിച്ചടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിങ്ങനെ ലൈനിങ്ങിലേക്ക് ഇങ്ങനെ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. രണ്ട് തുണിയും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടതിന് ശേഷം വേണം നമ്മൾ നെക്ക് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോവുക. ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കഴുത്ത് നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്രണ്ടിൽ ഈ ചില മെറ്റീരിയലിന് നമ്മൾ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലിനൊക്കെ നമ്മൾ ഫ്രണ്ടിൽ പ്രസ് തയ്യൽ കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ രണ്ട് കഴുകലൊക്കെ കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പൊങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അയൺ ചെയ്തതിന് ശേഷം വേണം പ്രസ് തയ്യൽ തയ്ക്കുക. അല്ലെങ്കിൽ അയൺ ചെയ്യാണ്ട് നമ്മൾ അടിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചെറിയ ചെറിയ ചുളിവുകളും കാര്യങ്ങളൊക്കെ വരാൻ ഉണ്ടാവും. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നെക്കടിച്ച് നമ്മൾ തിരിച്ചിടുമ്പോൾ ചെറിയ ഇങ്ങനെ ഫ്ലോയി മെറ്റീരിയലിന് കൂടുതലാണ് അങ്ങനെ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും അയൺ ചെയ്യണം. കണ്ടോ, ഇപ്പുറ സൈഡിലൊക്കെ ചെറിയൊരു വലിച്ചിൽ പോലെ കണ്ടോ. ഇങ്ങനെ ഇല്ലാതിരിക്കാൻ നമ്മൾ ശരിക്കും അയൺ ചെയ്തതിന് ശേഷം വേണം ഇനി ഒന്ന് പ്രസ് തയ്യൽ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.